ഹരി ഓം. ധ്രുപദ രാജാവിൻ്റെ മകളാണ് പാഞ്ചാലി. അതുകൊണ്ടാണ് ദ്രൗപദി എന്നുള്ള പേര്. അപ്പം ഈ ധ്രുപദ രാജാവിന് ഈ ദ്രൗപദിയെ അർജുനൻ തന്നെ കൊടുക്കണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ ഇവർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ഏകചക്രയിൽ താമസിക്കുന്നുണ്ട്. ബ്രാഹ്മണ വേഷത്തിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാഞ്ചാലി സ്വയംവരം ഉണ്ട് എന്ന് പറയണ കേട്ട് അവിടെയുള്ള പട്ടന്മാരൊക്കെ നല്ല ഭക്ഷണം കിട്ടും, ബ്രാഹ്മണ സദ്യ ഉണ്ട്, അവിടെ നമുക്ക് പോവാൻ പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളും ഉണ്ട് പറഞ്ഞ് അമ്മയെ ഒരു കൊശവൻ്റെ വീട്ടിലാക്കി പിന്നെ ഇവർ 5 ആളും കൂടി പോകും. പോയ സമയത്ത് ദുര്യോധനന് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പാഞ്ചാലി അത്രയും സുന്ദരിയായ ഒരു സ്ത്രീയാണ്. കർണനും ഒക്കെ ഉണ്ട് കൂടെ. അപ്പം ഈ ദ്രുപദൻ എന്താ ചെയ്തിരിക്കണേ, വലിയൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കിളി, ജീവനുള്ള കിളി വെച്ചിട്ടുണ്ട്. ഈ നിഴലിൽ നോക്കിയിട്ട് ആ കിളിയുടെ കണ്ണിലേക്ക് അമ്പയ്യണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പാഞ്ചാലിയെ കല്യാണം കഴിച്ച് കൊടുക്കുള്ളൂ പറയും. എല്ലാവരും പോയി. ദുര്യോധനൊക്കെ തോറ്റു. കർണന് സാധിക്കുമായിരുന്നു. കർണൻ പോയപ്പോൾ കർണൻ വേണ്ട, എനിക്ക് സൂതപുത്രൻ വേണ്ടാന്നും പാഞ്ചാലി പറയും. അവൻ ആ ഒരു ദേഷ്യമുണ്ട് ഈ പാഞ്ചാലിയോട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആരും ഇല്ലേ പറഞ്ഞപ്പോൾ ഭഗവാന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നീ പോകുന്ന കണ്ണു കാണിക്കും അർജുനോട്. അർജുനൻ പോയി വേഗം അമ്പും വില്ലും എടുത്തു, നേരെ നോക്കി അമ്പ ചെയ്തു. ഇവർ പട്ടിക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ച് ഇവർ കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയിട്ട് പിന്നെ അമ്മയും ഇവർ ഭിക്ഷ എടുത്തിട്ട് ബ്രാഹ്മണരെ പോലെ ഭിക്ഷ എടുത്ത് ജീവിക്കുകയാണ്. അമ്മയെ ഞങ്ങൾക്കിന്നൊരു നല്ല ദാനം കിട്ടിയിട്ടുണ്ടാ പറയും, 5 ആളും കൂടി എടുത്തോ പറയും. അപ്പോൾ അയ്യോ അമ്മ, ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഭിക്ഷ ഒരു പെൺകുട്ടിയാണ് പറയും. അയ്യോ എന്താ നീ ചെയ്യുക ഈശ്വര പറഞ്ഞ ഭയങ്കര വിഷമവും കുന്തിക്കും ഇവർക്ക് എല്ലാവർക്കും. പാഞ്ചാലിക്ക് അതിനേക്കാട്ടിലും പാഞ്ചാലിക്ക് അർജുനെ മാത്രമാണ് ഇഷ്ടം. ശരിക്കും അമ്പഴത്തിട്ട് മാലയിട്ടത് ഈ 5 ആളുടെയൊക്കെ ഭാര്യാവകാവുന്ന ഒരു പെൺകുട്ടിയുടെ സ്ഥിതി എന്താണ്? അപ്പോൾ ഈ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വേദവ്യാസം വരും. വേദവ്യാസം വന്നിട്ട് പറയും, അമ്മയുടെ വാക്ക് ഒരിക്കലും തെറ്റേവില്ല. ഇവള് കഴിഞ്ഞ ജന്മത്തിൽ മരിക്കുന്ന സമയത്ത് ഭർത്താരം എന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടാണ് മരിച്ചിരിക്കണം. അതുകൊണ്ട് ഈ ജന്മത്തിൽ അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവും. പിന്നെ അതുകൊണ്ട് പാഞ്ചാലി നീ ഒരിക്കലും വിഷമിക്കേണ്ട, ഇവരുടെ ആത്മാവ് ഒന്നും ശരീരം 5 ആണെന്നേ ഉള്ളൂ. പിന്നെ അല്ല, ഈ 5 ദേഹം ഉണ്ടെന്നേ ഉള്ളൂ, ഇവരുടെ മനസ്സ് ഒന്നാണ്. അതുകൊണ്ട് ഒരു നിബന്ധനയുണ്ട്, ഓരോരോ വർഷം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുക. ഇപ്പോൾ യുധിഷ്ഠിരൻ്റെ കൂടെ ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ ഏഴത്തിയമ്മയായിട്ട് കാണണം. ഭീമൻ്റെ ആണെങ്കിൽ 3 ആളെ ഏഴത്തിയമ്മയും യുധിഷ്ഠിരൻ അനിയത്തിയമ്മയായിട്ട് കാണണം. അങ്ങനെ ഈ 5 ആളുടെയും കൂടെ ഓരോരോ കൊല്ലം ജീവിക്കുക. ആലോചിക്കാൻ കൂടി പറ്റാത്ത സംഭവമാണ്. എന്നാലും ആ ഭഗവാൻ പറഞ്ഞ ഈ വേദവ്യാസ മഹർഷി പറഞ്ഞ പോലെ ഇവരുടെ ശരീരം മാത്രമേ വേറെ ഉള്ളൂ, മനസ്സ് ഒന്നായതുകൊണ്ട് അവരൊരു തമ്മിലും ഇല്ലാതെ വളരെ കാലം അങ്ങനെ തന്നെ ജീവിക്കും. അപ്പോൾ ഈ ഇവർ പാണ്ഡവന്മാരാണെന്ന് മനസ്സിലായി ഇവിടെ വന്നു. അപ്പം ഇനി പകുതി രാജ്യം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്ഥലം വേറെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വലിയ വനമാണ് അവർക്ക് കൊടുക്കുക. അതിനെ ദേവേന്ദ്രൻ്റെ ആൾക്കാർ ദേവലോകത്തു നിന്ന് വന്ന് അതൊരു ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റി. അപ്പോഴും ഇവർക്ക് അസൂയായിട്ടാണ് ഇവർ നന്നാവാനേ പാടില്ല എന്നുള്ള. ചെറുപ്പം മുതൽ ഭീമസേനെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. കാരണം ഭീമസേനാണ് ഇവർക്ക് എല്ലാം കൊണ്ടും ആ അരക്കില്ലത്തുനിന്ന് രക്ഷിച്ചതും ഒക്കെ ഭീമസേനാണ്. ദുര്യോധനെ കൊല്ലാൻ വേണ്ടി ജനിച്ച ആളുമാണത്. അതുകൊണ്ട് എപ്പോഴും ഭീമസേനോട് ശത്രുതയാണ്. വിഷം കൊടുത്തിട്ടും കടലിൽ തള്ളിയിട്ടും ചെറുപ്പം മുതലേ ഉപദ്രവമാണ്. അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുശുമ്പ് കയറിയിട്ട് പിന്നെ ചൂത് കളിക്ക് വിളിക്കുക. എന്തായാലും ഈ പാഞ്ചാലി സ്വയംവരം ഉണ്ടപ്പോൾ പറഞ്ഞത്. അപ്പം ഈ പാഞ്ചാലി സ്വയംവരം മുതൽക്ക് തന്നെ ചെറുപ്പം മുതലേ എൻ്റെ വൈരാഗ്യം, ഇവളെ കിട്ടാത്ത ദേഷ്യം കൂടിയിട്ടാണ് പിന്നെ ഈ ദുര്യോധനെ എന്താണ് കാമവും ക്രോധവും അസൂയയും 6 വികാരങ്ങളും കൂടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ദുര്യോധനൻ ഇത്രയും ദുഷ്ടനായി മാറിയത്. പക്ഷേ അതുകൊണ്ട് എന്താണ്,
സത്യം ജയിക്കുള്ളൂ. അവരെ ഈ 101 മരിച്ചു, ഈ 5 അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മക്കൾ നേർവഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുന്തിക്ക് ഭർത്താവില്ല, പക്ഷെ ആ കുന്തി 5 മക്കളെയും സത്യധർമ്മത്തോടു കൂടി വളർത്തി. ഗാന്ധാരി കണ്ണും മൂടി കെട്ടിയിട്ട് തോന്നിയത് കാണിക്കാൻ വിട്ടു. അപ്പോൾ ഇതിന്ന് എന്താ അമ്മമാർ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ മരിച്ചാലും അച്ഛൻ ജീവിച്ചിരുന്നാലും അമ്മമാരുടെ നോട്ടമാണ് മക്കൾക്ക് കൂടുതൽ വേണ്ടത്. അച്ഛന്മാർ ജോലിക്ക് പോയാലും അമ്മമാരാണ് വീട്ടിലുണ്ടാവുക. ഒരു അമ്മയ്ക്ക് അറിയണ മാതിരി കുട്ടിയുടെ സ്വഭാവം അച്ഛനറിയില്ല. അപ്പോൾ അവരെ നല്ല വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം അമ്മമാർക്കാണ്. അതിന് ഉദാഹരണമാണ് കുന്തി. കുന്തിയെ 100 കുറ്റം പറയും. ആദ്യത്തെ കുട്ടിയെ കൊണ്ട് പുഴയിൽ ഒഴുക്കിയ ആളല്ലേന്ന്. പക്ഷെ ആ കുട്ടി മരിക്കണവരെയും കർണനെ പറ്റി ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. ഈ 5 മക്കൾക്ക് വേണ്ടി ആ ഒരു മകനെ എൻ്റെ മകനാണെന്ന് പറയാനും മടിച്ചു. അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വിധിവിഹിതം ബുദ്ധിയനുസരണം ഇങ്ങനെയൊക്കെ വരാനുള്ള യോഗമുള്ളത് കൊണ്ടാണ് ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് സൂര്യനെ വിചാരിക്കാനും ഗർഭിണിയാവാനും ഒക്കെ കുന്തിക്ക് യോഗം വന്നത്. അപ്പോൾ നമുക്കൊരു വരദാനം കിട്ടിയാൽ അത് ദുരുപയോഗം ചെയ്യരുത്. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ വക ഒരു പ്രശ്നം ഭാരതയുദ്ധേ ഉണ്ടാവില്ല. ഈ കർണൻ ഉള്ളത് കൊണ്ടാണ് ദുര്യോധനന് ഇത്രയും ധൈര്യം വന്നത്. അല്ലെങ്കിൽ ഭീമസേനെ പേടിച്ച് യുദ്ധത്തിനൊന്നും പോവില്ല. ഈ കർണൻ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഈ ദുര്യോധനൻ ഇത്രയും ഉപദ്രവങ്ങൾ ഇവർക്ക് ചെയ്തത്. പക്ഷെ എന്താണ്, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചാൽ അവരവർക്ക് തന്നെ നാശം വരും. അച്ഛനും അമ്മയും പൊട്ടക്കണ്ണനും കണ്ണ് കാണുന്ന അമ്മ കണ്ണ് കെട്ടി പൊട്ടക്കണ്ണിയാവേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള അമ്മമാർ കണ്ണ് മൂടി കെട്ടില്ലെങ്കിലും മക്കൾ ചെയ്യുന്നതൊക്കെ കണ്ടില്ല എന്നടിച്ചിട്ടാണ് എല്ലാ മക്കളും വഴിതെറ്റി പോകണം. എല്ലാ മക്കളും വഴിതെറ്റി പോണ മക്കളുടെ അമ്മമാർ കണ്ണ് കെട്ടിയിട്ട് തന്നെയാണ്. ഒരു മക്കളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ അമ്മമാർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അവരുടെ മുഖഭാവം കണ്ട് അവർ മക്കൾ ഇന്ന് ശരിയല്ല എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അവരെ നേർവഴിക്ക് നയിക്കണം. അതിന് പറ്റാണ്ടായാൽ ദുര്യോധനാദികളെ പോലെ ആവുക തന്നെ. അപ്പോൾ കഴിയണതും ഇപ്പോൾ അങ്ങനെയൊക്കെ വളർത്തിയാലും കേടുവന്ന് പോണ മക്കളുണ്ട്. ഒരമ്മയ്ക്ക് എത്ര മക്കളുണ്ടെങ്കിലും ആ എല്ലാ മക്കളും നന്നായിരിക്കണമെന്നില്ല, കുന്തിയുടെ മക്കൾ ഇരുന്ന പോലെ. പക്ഷേ കഴിയണതും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ പറഞ്ഞു കൊടുക്കുക, കഴിയണ ഉപകാരം ചെയ്യുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാൻ പോരുത് മക്കളെ ആരെയും. നമ്മളെ കൊണ്ട് കഴിയണ സഹായം ചെയ്യുക, നന്നായി പഠിക്കുക, സത്യം പറയുക. ഇതൊക്കെ മക്കളെ ചെറുപ്പം മുതലേ ഈശ്വര വിശ്വാസം പഠിപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ ആ മക്കൾക്ക് ഒരു ദോഷവും എപ്പോഴും വരില്ല. അതാണ് പാണ്ഡവരും കൗരവരുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ. ഒരു ദിവസം നമുക്ക് 100 ദുശ്ചിന്തകൾ വരും, അതാണ് കൗരവന്മാർ. പക്ഷേ ആ 5 പാണ്ഡവന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തട്ടുന്ന ഈ 101 ആൾക്കാരെ ഈ 5 ആൾ തോൽപ്പിക്കണം. ഈ നല്ല ബുദ്ധികളും നമ്മുടെ മനസ്സിലുണ്ട്, ചീത്ത ബുദ്ധികളും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീത്ത ബുദ്ധികളെ നമ്മൾ തന്നെ അറുത്ത് കളയണം. അപ്പോൾ പാണ്ഡവന്മാരെ ജയിക്കും എന്ന് വെച്ചാൽ നല്ലവർ ജയിക്കും. അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. അവർ യുദ്ധസമയത്ത് എന്താ പറഞ്ഞത്? എനിക്ക് ഭഗവാന്റെ സൈന്യങ്ങളൊക്കെ മതി പറഞ്ഞു ദുര്യോധനൻ. അർജുനൻ എന്താ പറഞ്ഞത്? എനിക്ക് ഭഗവാൻ മാത്രം മതി. ഞാൻ ആയുധം കൈകൊണ്ട് തൊടില്ല, എന്നെ നിനക്ക് കിട്ടിയിട്ട് എന്താ കാര്യം ചോദിക്കും. ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ആയി, എനിക്കത് മതിയെന്ന്. അപ്പോൾ എന്താണ്, നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിയും വേണ്ട. ഭഗവാൻ നമ്മോട് ഒത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? അല്ല, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈശ്വര വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ഭഗവാൻ മിത്താണെന്ന് പറയുന്നൊന്നും കേൾക്കാതിരിക്കുക. ഭഗവാൻ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ വിഗ്രഹങ്ങളെ തൊഴുകാൻ തോന്നുന്നത്. അപ്പോൾ ഭഗവാൻ എവിടെയാണ്? എല്ലാവരുടെയും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലാണ് കുടിവയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരിയോ.